വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞുപെണ്ണാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ അമ്മ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ മോള് നമ്മുടെ കുറുമ്പി പാറുവിനെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോളും അമ്മയുണ്ട് കേട്ടോ. അമ്മ വിരുന്ന് വന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം അമ്മ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഷോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോപ്പൊക്കെ നേരത്തെ തന്നെ തുറന്നു വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ കുറുമ്പിപ്പാറ് ഭയങ്കര കുറുമ്പാണ് കേട്ടോ. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും കേട്ടോ, എന്ത് പറഞ്ഞാലും അതനുസരിക്കും. പക്ഷെ കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. എന്നെ വല്യമ്മ വിളിച്ചിട്ട് ബാക്കിലേ നടക്കും കേട്ടോ. എപ്പോഴും എന്നെ കാണണം പറഞ്ഞിട്ട് വരണം പറയും. അപ്പോൾ അടുത്ത് തന്നെ വീടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കറി വെക്കാൻ പോവാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക മസാലക്കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. മസാലക്കറി എന്ന് പേരേ ഉള്ളൂ, അത്ര ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം വെക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കുറുമ്പിപ്പാറ് ഇടയിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ ആള്. ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും, പക്ഷെ ബാക്കിൽ ഒരാൾ വേണം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിലെടുത്തിടും. അങ്ങനെയൊക്കെ കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഞാൻ വീഡിയോ ഓണാക്കി വെച്ചപ്പോൾ അത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയത്തിയാണെങ്കിൽ അവള് ജോലിക്ക് പോണതല്ലേ, മണപ്പുറത്താണ് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറുമ്പിപ്പാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇതപ്പോൾ അമ്മയുണ്ടല്ലോ, അപ്പം അമ്മ എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അതാ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെറുതല്ല, ഒരുപാട് വലുതുമല്ല, അങ്ങനെ ഒരു ഇടത്തരം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുറുമ്പാർ എന്താണ് ചെയ്യണ? അതൊന്നും എടുക്കരുത് വികൃതി. അങ്ങനെ ഇതാ വെണ്ടയ്ക്കൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറുമ്പി ആളൊരു രക്ഷയില്ല കേട്ടോ. എന്നെ അടുത്ത് തന്നെ നിന്നിട്ട് എന്നെ കറി വെക്കാൻ വിടുന്നേ ഇല്ല കേട്ടോ. ഇടയിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നോട് എടുക്കാൻ പറയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ കറി വെക്കണ തിരക്കിലല്ലേ, അവളാണെങ്കിൽ കണ്ടില്ലേ ഗ്യാസ് എടുത്ത് ലൈറ്ററൊക്കെ എടുത്തിട്ട് കത്തിക്കാൻ നിൽക്കുകയാണ് ആള്. ഭയങ്കര കുറുമ്പാണ്, കണ്ടില്ലേ, ഇപ്പൊ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഇതാ ഞാൻ വെണ്ടയ്ക്കൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയാണ് നമ്മുടെ മസാല റെഡിയാക്കാനുള്ളത് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ വെണ്ടയ്ക്ക മസാലക്കറിയാണെന്ന്. അപ്പോൾ അതിനുള്ള മസാല ഒന്ന് റെഡിയാക്കണ്ടേ. അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സവാളയും തക്കാളിയും പിന്നെ ഇത് ആദ്യം ഫസ്റ്റ് ജീരകം ഇടണം കേട്ടോ. നല്ല ജീരകമാണ് ചെറുത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. പിന്നെ ആവശ്യത്തിന് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. സിമ്മാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോവും. അതിന് നമുക്ക് സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു, പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. കുറുമ്പി കണ്ടില്ലേ ഇടയിൽ വന്നിട്ട്. അപ്പോൾ അതാ എന്നോട് എടുക്കാൻ പറയുകയായിരുന്നു കേട്ടോ. വല്യമ്മ എടുക്കണം പറഞ്ഞ ഒരേ വാശിട്ടാ. അപ്പം ഞാൻ ഇതാ എടുത്തിട്ട് ചെയ്യാണ്. അവൾ ഇളക്കാൻ പറയുകയാണ് കേട്ടോ. നോക്കിയാ സൂപ്പറായിട്ടുണ്ടാ. ഇത് പൊള്ളോട്ടിലേ തോന്നി എത്തിയെന്നോട്ടിന് പറ്റി. ഇഷ്ടായ വല്യമ്മത് വെക്കട്ടെ. കുറുമ്പിപ്പാറുവാണെങ്കിൽ എന്നെ വെക്കാനേ വിടുന്നില്ല കേട്ടോ, കറി വെക്കാൻ വിടുന്നില്ല. വല്യമ്മ എടുക്ക് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഒരു വിധം എന്താ അമ്മ അവിടെ എടുത്തിട്ട് പോയിട്ട് അപ്പം ഞാൻ വേഗം ബാക്കിയുള്ളതും കൂടി ഒന്ന് വേഗം വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മളൊരു സവാള ഇട്ടു. അപ്പോഴേ സവാള ഇട്ടാണല്ലോ. പിന്നെ ഒരു തക്കാളി ഇട്ടു. പിന്നെ ഒരു 2 പച്ചമുളകും കീറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായി വഴറ്റിയ ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ കായപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പം ഇനി നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കി ഇതുപോലെ നന്നായിട്ട് ഇളക്കി അത് കുറുക്കി വരുമ്പോൾ നല്ലൊരു മസാല കിട്ടും കേട്ടോ. അപ്പം ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. വെണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ, അതാണ് നമുക്ക് ഇതിൻ്റെ കറിക്ക് ടേസ്റ്റ് തരുന്നത് കേട്ടോ.
അപ്പോൾ അത് നമുക്ക് വഴിയെ കാണിക്കാം കേട്ടോ. പേടിപ്പിക്കണടാ, എന്തൊക്കെ ചെയ്യുന്ന കുറുമ്പി, എന്താ ഇതാ വീണ്ടും നമ്മുടെ കുറുമ്പിയൊക്കെ വന്നോട്ടോ ഇടയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ, തൈരാണേ. ഒരുപാട് പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത്. ഒരു 3/4 ഗ്ലാസ് മതിയാവും കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഒരുപാട് വെള്ളം ആക്കാൻ പാടില്ല കേട്ടോ. ഈ കറി കുറച്ചൊരു തിക്നെസ് ആയിട്ട് ഒരു ഗ്രേവി പോലെ ഇരിക്കണം കേട്ടോ. അതുപോലെ അപ്പോഴേ അത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളമായാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മൾ എന്താ പറയുക, വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്തായാലും വഴറ്റുമ്പോൾ തന്നെ പകുതി വെന്തിട്ടുണ്ട്. ഇനി പകുതിയും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു പുളിപ്പും എന്താ പറയുക, കായത്തിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു മണം എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വെക്കണേ. എന്തായാലും കറിയൊക്കെ അടിപൊളിയായിട്ടോ. അപ്പം ഇനി കടുക് താളിക്കാനായിട്ട് കറിവേപ്പില നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ മരത്തിലുണ്ടല്ലോ, നമ്മുടെ പുറത്തന്നെ വലിയൊരു കറിവേപ്പില മരം ഉണ്ട് കേട്ടോ. അപ്പം അതിനൊരു കൊമ്പ് മുറിച്ചു കേട്ടോ. ചെറുത് പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ വലുതന്നെ അങ്ങനെ ഒടിഞ്ഞു. അപ്പം ഇതെന്തായാലും ഒരു ബോക്സിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസത്തിനായിട്ടത്. അപ്പോൾ വെറുതെ പോയി പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കറിവേപ്പിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതാ നിറയുണ്ട് കേട്ടോ കറിവേപ്പില. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും കുറേ എടുത്തില്ല കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. അങ്ങനെ ഉറങ്ങി കഴിച്ചപ്പോൾ നോക്കിയപ്പോൾ കണ്ണിലെന്തോ കരട് പോയ പോലെ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അവിടെ കണ്ണാടിയിൽ മുമ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ രാവിലെ കുറച്ച് തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. എല്ലാം അടുത്തൊന്ന് മടക്കി വെക്കണം. ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ പുറത്ത് ഭയങ്കര പൊടിയും മണ്ണും ഒക്കെ കേട്ടോ. അപ്പോൾ അതിനൊക്കെ എടുത്ത് എല്ലാം കുടഞ്ഞൊക്കെ മടക്കി വെച്ചു. പിന്നെ എന്തായിന്നറിയോ, പിന്നെ വൈകുന്നേരം ആയപ്പോൾ മോൾക്ക് അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം ഇന്നാണെങ്കിൽ മാവ് ഉണ്ടായിരുന്നില്ല കേട്ടോ. മാവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അരിപ്പൊടിയും പിന്നെ ഒരു തേങ്ങയും വാങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ കറി ഇല്ലാണ്ട് അവൾ കഴിക്കൂല കേട്ടോ. ചെറുപയർ കറിയോ അല്ലെങ്കിൽ കടലക്കറി എന്തെങ്കിലുമൊക്കെ വേണം. കടലയാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ചെറുപയർ വാങ്ങിച്ചു കേട്ടോ. ചെറുപയറാണെങ്കിൽ ഒരു 5-6 വിസിൽ കുക്കറിൽ വരുത്തിച്ച് അത് നന്നായി വെന്തുടയും. അങ്ങനെ നമുക്കൊരു പുട്ടിനുള്ളൊരു കറി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ തേങ്ങ ചിരകുന്നുണ്ട്. നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് ആ തേങ്ങയൊക്കെ ചിരകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ മാവിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യും കേട്ടോ. എന്താണെന്നറിയോ, അല്ലെങ്കിൽ മോള് തേങ്ങയില്ലേ എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. തേങ്ങ കഴിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അരിപ്പൊടിയുടെ കൂടെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പാല് വന്നു കേട്ടോ. അപ്പം ചായ വെക്കുകയാണ്. അപ്പം കണ്ണമ്മ ചേച്ചിക്ക് ചായ വെച്ച്. പിന്നെ ഞാനും ഇപ്പോൾ ചായ കുടിക്കാറില്ല കേട്ടോ വൈകുന്നേരം. അപ്പം ഞാൻ പാൽ ചായ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് ഹോർലിക്സ് ഇട്ടിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ചായ കുടിക്കും, ചിലപ്പോൾ പാൽ ചായ, അങ്ങനെ കേട്ടോ. രാവിലെ പിന്നെ ഞാൻ എപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കാറ്. രാവിലെ ചായ അധികം കുടിക്കാറില്ല കേട്ടോ. കട്ടൻ ചായ കുടിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാനിനി ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി ബാക്കി പരിപാടി പറഞ്ഞാൽ പുട്ടുണ്ടാക്കണമല്ലോ. പുട്ടുണ്ടാക്കണം, പിന്നെ ചെറുപയർ കറിയും വെക്കണം കേട്ടോ. മോള് വരാൻ 5:45 ആവും കേട്ടോ. അവൾക്ക് ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇപ്പോൾ ഡെയിലി വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നുണ്ട് കേട്ടോ. റിവിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ 5:45 ആവും വീടെത്താനായിട്ട്. അപ്പോൾ അപ്പോഴേക്കും അവൾ വരുമ്പോഴേക്കും ഒക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അവൾ വന്ന് പിന്നെ മേലൊക്കെ കഴുകി വരുമ്പോഴേക്കും 6:30 ആവും കേട്ടോ. അപ്പോൾ കഴിക്കാനൊക്കെ 6:30 ആവും. അപ്പം ഞാനെന്തായാലും ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. ചായയല്ല, പാൽ ചായ കേട്ടോ. അത് കുടിക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിനി ബാക്കി പണികളിലേക്കൊക്കെ കടക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും കുറേ ദിവസം എടുക്കാതിരുന്ന പിന്നെ അങ്ങനെ ഒരു മടി പിടിച്ച പോലെയാണ് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ദിവസം പറഞ്ഞാൽ അന്നൊരു 10 ദിവസം ഗ്യാപ്പിൽ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് 2 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരുപാട് വലുതൊന്നും അല്ല. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
അങ്ങനെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ മോള് വന്നു കേട്ടോ, 5:45. അപ്പോൾ ഇതാ മോള് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് മേല് കഴുകി അവൾക്ക് ഇനി ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.